ഹലോ, ഒന്ന് കറങ്ങാൻ പോയാലോ? ചെറുതായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മാസത്തിൽ ഒരു ദിവസമാണ് ഔട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു മൂവി ആൻഡ് പുറത്തുനിന്ന് ഒരു ഫുഡ്. ആൻഡ് ഞങ്ങളുടെ സ്ഥിരം സ്ഥലം എന്ന് പറയുന്നത് വടക്കാഞ്ചേരി താളം തിയേറ്ററാണ്. താളത്തിൽ നിന്നൊരു മൂവി, അത് കഴിഞ്ഞ് താളത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോട്ടൽ സെലക്ട് ചെയ്യുന്ന ഒരു ബിരിയാണി എന്ന് പറയുമ്പം കോഴിമുട്ടയൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ നല്ല അസൽ തൃശ്ശൂർ ബിരിയാണി. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഔട്ടിങ്. പിന്നീട് അച്ചാച്ചനും അച്ചമ്മയൊക്കെ പൂമലയിൽ നിന്ന് വരവൂർക്ക് താമസം മാറ്റിയപ്പം ഈ ഒരു ഔട്ടിങ്ങിൽ ഇവരെ വിസിറ്റ് ചെയ്യലും കൂടെ ഒരു അജണ്ടയായിട്ട് വന്നു. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, അച്ചാച്ചനും അച്ചമ്മേനെയും കാണും, മൂവി കാണും, ഫുഡ് കഴിക്കും, ബാക്ക് ടു ഹോം. ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ പോലെ സിനിമ ഏതാണെന്ന് പ്രീ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല പോവുക. മിക്കവാറും തിയേറ്ററിലെത്തിയ പോസ്റ്റർ കാണുമ്പോഴാവും സിനിമ ഏതാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ. അച്ഛൻ ഒഴിവിനനുസരിച്ച് ഏതെങ്കിലും ഒരു ഞായറാഴ്ച ആവും പറയാ എന്നാ അന്ന് പോവാന്ന്. ഞങ്ങൾ നാലാളും കൂടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്യും. വെറുതെ ഒരു ഭാര്യ, 2020, ലോലിപോപ്പ്, മാടമ്പി, എന്തിനാ പാർത്തൻ കണ്ട പരലോകം വരെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ ഏത് മൂവി കണ്ടു എന്നുള്ളതിലായിരുന്നില്ല കാര്യം. ഞങ്ങൾ നാലാളും കൂടെ ഉള്ള ആ ഒരു ടൈം, അതായിരുന്നു കാര്യം എന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലാവുന്നത്. ചേച്ചിയുടെ 10th കഴിഞ്ഞ് അവളെ ഇങ്ങോട്ട് പാലൂർക്ക് കൊണ്ടുവന്നപ്പം ഈ ഒരു മന്ത്ലി ഔട്ടിങ്ങും അവിടെ സ്റ്റോപ്പായി. ഞാൻ പിന്നെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് പ്രേമം റിലീസായപ്പോഴാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അത്. ഇന്നിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മൂവി ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സീറ്റ് ബുക്ക് ചെയ്ത് പോയിരുന്ന് കാണാം. ഫുഡിലാണെങ്കിലും കുറേ വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എന്തോ അന്നത്തെ ആ മൂവിയുടെയും ആ ബിരിയാണിയുടെയും ഒന്നൊരു വൈബ് അങ്ങോട്ട് കിട്ടണില്ലാന്നേ. അതിപ്പോൾ എന്താ, എനിക്ക് പ്രായമായതിൻ്റെ എന്തെങ്കിലും ലക്ഷണമാണോ?